ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് 5.12 മുതൽക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ 5.11 നമ്മൾ പറഞ്ഞു പി ടൈപ്പ് കണ്ടക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൽ അവസാനത്തെ ലൈൻ ഉണ്ടല്ലോ, അത് ശ്രദ്ധിച്ചു നോക്ക്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ഇൻ പി ടൈപ്പ് കണ്ടക്ടിവിറ്റി ദ വാലൻസ് ഇലക്ട്രോൺ മൂവ് ഫ്രം വൺ കോവാലൻറ്റ് ബോണ്ട് ടു അനദർ. ഇവിടെ ആരാണ് മൂവ് ചെയ്യുന്നത്? വാലൻസ് ഇലക്ട്രോണാണ്. കോവാലൻറ്റ് ബോണ്ടിലെ വാലൻസ് ഇലക്ട്രോണാണ് മൂവ് ചെയ്യുന്നത്. അൺലൈക്ക് പോലെയല്ല എന്ത് ദ എൻ ടൈപ്പിലാണെങ്കിലോ അവിടെ കറണ്ട് കണ്ടക്ഷൻ എന്താണ്? ബൈ ഫ്രീ ഇലക്ട്രോൺസ് ആണ് കേട്ടോ. ഒന്നിൽ കറണ്ട് കണ്ടക്ഷൻ ബൈ ഫ്രീ ഇലക്ട്രോൺസ് ആണ്. പക്ഷേ പി ടൈപ്പിൽ നിങ്ങളാ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻ്റ് അല്ല ഉള്ളത്. അവിടെ ഹോള് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? വാലൻസ് ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടാണ് ഹോൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ്? ഒന്നുകിൽ ഹോളിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് 5.12 ചാർജ് ഓൺ എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. ആസ് ഡിസ്കസ്ഡ് ബിഫോർ, ഇൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കറണ്ട് കണ്ടക്ഷൻ ഈസ് ഡ്യൂ ടു എക്സസ് ഓഫ് ഇലക്ട്രോൺസ്, വേറാസ് ഇൻ എ പി ടൈപ്പ് സെമി കണ്ടക്ടർ കണ്ടക്ഷൻ ബൈ ഹോൾസ്. നമ്മളിതുപോലെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ കറണ്ട് കണ്ടക്ഷൻ എന്താണ്? എക്സസ് ഓഫ് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടാണ്. പി ടൈപ്പിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? കണ്ടക്ഷൻ ബൈ ഹോൾസ് ആണ്. ദ റീഡർ മേ തിങ്ക് ദാറ്റ് ദ എൻ ടൈപ്പ് മെറ്റീരിയൽ ഹാസ് എ നെറ്റ് നെഗറ്റീവ് ചാർജ് ആൻഡ് പി ടൈപ്പ് ഹാവ് എന്താണ്? എ നെറ്റ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും എൻ ടൈപ്പിൽ മൊത്തം എന്താണ്? നെറ്റ് നെഗറ്റീവ് ചാർജും പി ടൈപ്പിൽ എന്താണ്? മൊത്തം പോസിറ്റീവ് ചാർജും ആണെന്ന്. ബട്ട് ദിസ് കൺക്ലൂഷൻ ഈസ് റോങ്. പക്ഷേ ഈ ഒരു നിഗമനം എന്താണ്? തെറ്റാണ്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഹാസ് എക്സസ് ഓഫ് ഇലക്ട്രോൺ, ബട്ട് ദീസ് എക്സ്ട്രാ ഇലക്ട്രോൺസ് വേർ സപ്ലൈഡ് ബൈ ദ ആറ്റംസ് ഓഫ് ഡോണർ ഇമ്പ്യൂരിറ്റി ആൻഡ് ഈച്ച് ആറ്റം ഓഫ് ഡോണർ ഇമ്പ്യൂരിറ്റി ഈസ് ഇലക്ട്രിക്കലി എന്താണ്? ന്യൂട്രൽ. ഈ എക്സസ് ഇലക്ട്രോണിനെ കൊടുക്കുന്നത് ആരാ? നമ്മുടെ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആയിട്ടുള്ള ആറ്റമാണ്. ആ ആറ്റം ബേസിക്കലി എന്താണ്? ബേസിക്കലി ന്യൂട്രലാണ്. സോ വെൻ ദ ഇമ്പ്യൂരിറ്റി ആറ്റം ഈസ് ആഡഡ്, അപ്പോൾ അങ്ങനത്തെ ഒരു ആറ്റം നമ്മൾ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ആണ് വെൻ ദ ഇമ്പ്യൂരിറ്റി ആറ്റം ഈസ് ആഡഡ് ദ ടേം എക്സസ് ഇലക്ട്രോൺ റെഫേഴ്സ് ടു ആൻ എക്സസ് വിത്ത് റിഗാർഡ് ടു ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നീഡഡ് ടു ഫിൽ ദ കോവാലൻറ്റ് ബോണ്ട് ഇൻ ദ സെമി കണ്ടക്ടർ ക്രിസ്റ്റൽ. സോ നമ്മളൊരു ഇമ്പ്യൂരിറ്റി ആറ്റം ആഡ് ചെയ്യുന്ന സമയത്ത് ഈ എക്സസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? refers to an excess with regard to the number of electrons needed to fill the covalent bonds in the semiconductor crystal. അതായത് ഈ ഡോണർ ആറ്റം എന്താ പറയുക, ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആറ്റം ബേസിക്കലി എന്താണ്? ബേസിക്കലി അത് ന്യൂട്രലാണ്. മനസ്സിലായോ? അവിടെ ജസ്റ്റ് ഒരു ഇലക്ട്രോൺസിൽ എന്ത് ചെയ്യുന്നു? കോവാലൻ്റ് ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യുന്നു. ഒരു ഇലക്ട്രോൺ അവിടെ ഫ്രീ ആയി കിടക്കുന്നേ ഒന്നേ ഉള്ളൂ. സോ ദ എക്സ്ട്രാ ഇലക്ട്രോൺസ് ആർ ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ഇൻക്രീസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് ദി സെമി കണ്ടക്ടർ. അപ്പോൾ ഇതൊരു ചാർജ് ഇംബാലൻസ് ഒന്നും ഇതിൽ ഉണ്ടാക്കണില്ല. ജസ്റ്റ് കറണ്ട് കണ്ടക്ഷനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഈ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റീൻ്റെ കണ്ടീഷനിൽ ഉണ്ടാവണുള്ളൂ. അതുപോലെ തന്നെയാണ് എന്ത് ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റിയിലും. അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ഹോൾസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അവിടെ ആറ്റം എന്താണ്? ആറ്റം ന്യൂട്രൽ തന്നെയാണ്. സോ ദ സിറ്റുവേഷൻ വിത്ത് റിഗാർഡ് ടു പി ടൈപ്പ് സെമി കണ്ടക്ടർ ഈസ് ആൾസോ എന്താണ്? സിമിലർ. ഇറ്റ് ഫോളോസ് ദെർഫോർ ദാറ്റ് എൻ ടൈപ്പ് ആസ് വെൽ ആസ് പി ടൈപ്പ് സെമി കണ്ടക്ടർ ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. നമ്മൾ ഒന്നിൽ ഇലക്ട്രോൺസും പി ടൈപ്പിൽ ഹോൾസും എൻ ടൈപ്പിൽ ഇലക്ട്രോൺസ് ആണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇലക്ട്രിക്കലി അതെന്താണ്? ന്യൂട്രൽ ആണ്. കാരണം നമ്മുടെ അവിടെ എന്ത് ബോണ്ടിങ്ങാണ് നടക്കുന്നത്? കോവാലൻ്റ് ബോണ്ടിങ് ആണ്. അവിടെ എന്തല്ല മറ്റ് അയോണിക് ബോണ്ടുകൾ പോലത്തെ അല്ലെങ്കിൽ ചാർജൊന്നും ആറ്റങ്ങൾ എന്തായിട്ട് മാറുന്നില്ല? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജൊന്നുമായിട്ട് മാറുന്നില്ല. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തത് 5.13 ആണ്, മെജോറിറ്റി ആൻഡ് മൈനോറിറ്റി കാരിയേഴ്സ്. ഓക്കെ, it has already been discussed that due to the effect of impurity, n-type material has a large number of free electrons, whereas a p-type material has a large number of holes. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ ടൈപ്പ് മെറ്റീരിയലിൽ എന്തുണ്ടാകും? ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാകും. പി ടൈപ്പിൽ എന്തുണ്ടാകും? ഒരുപാട് ഹോൾസും ഉണ്ടാകും.
However, it may be recalled that even at room temperature, some of the covalent bonds breaks, thus releasing an equal number of free electrons and holes. നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യലോ ഒന്നും കൊടുക്കാതെ അല്ലെങ്കിൽ ബാറ്ററി ഒന്നായിട്ട് കണക്ട് ചെയ്യാത്ത സമയത്ത് തന്നെ എന്താണ് സംഭവിക്കുക, ഈ കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്താണ്ട് അവിടെ നിന്നുണ്ടാകും ഈക്വൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസും ഹോൾസും ഉണ്ടാകും. എ എൻ ടൈപ്പ് മെറ്റീരിയൽ ഹാസ് ഇറ്റ്സ് ഷെയർ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയർ but in addition has much larger quantity of free electrons due to the effect of impurity. സോ ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽസിൽ ഓൾറെഡി എന്തുണ്ട്, റൂം ടെമ്പറേച്ചറിൽ ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാകും. അതെങ്ങനെ ഉണ്ടാവുക, റിലീസ്ഡ് ഡ്യൂ ടു ബ്രേക്കിംഗ് ഓഫ് ബോണ്ട്സ് അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിൽ ആ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടാണ്. ബട്ട് ഇൻ അഡീഷൻ അതിൻ്റെ കൂടെ എന്തുണ്ട്, ഹാസ് എ മച്ച് ലാർജർ ക്വാണ്ടിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. പക്ഷെ അവിടെ ഉണ്ടാവും, നമ്മൾ ഈ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസും ഉണ്ടാകും. സോ ദീസ് ഇമ്പ്യൂരിറ്റി കോസ്ഡ് ഫ്രീ ഇലക്ട്രോൺസ് ആർ നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഹോൾസ്. അത് നമുക്കറിയാം, ആ ഫ്രീ ഇലക്ട്രോൺസ് എന്താണ്, ഹോളായിട്ട് അസോസിയേറ്റഡ് ചെയ്ത സാധനമല്ല. ഓക്കെ, എങ്ങനെയായാലും നോർമൽ കണ്ടീഷനിൽ നോർമൽ ടെമ്പറേച്ചറിൽ ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാകും. പക്ഷെ നമ്മൾ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിൻ്റെ എണ്ണം കൂടും, ഫ്രീ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടും. അത് പിന്നെ അവിടെയുള്ള ഹോളായിട്ട് എന്തില്ല, യാതൊരു ബന്ധവും ഇല്ല. Consequently, a n-type material has a large number of free electrons and a small number of holes as shown in figure. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുകയും ചെയ്യും, അവിടെ നിന്നുണ്ടാകും കുറച്ച് ഹോൾസും ഉണ്ടാകും. The free electrons in this case are considered as the majority carriers. സോ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ ഈ ഫ്രീ ഇലക്ട്രോൺസിനെ നമ്മൾ എന്തെന്ന് പറയും, മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയും. സിൻസ് ദ മെജോറിറ്റി പോർഷൻ ഓഫ് കറണ്ട് ഇൻ എൻ ടൈപ്പ് മെറ്റീരിയൽ ഈസ് ബൈ ദി ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ്, അതായത് ഈ എൻ ടൈപ്പ് മെറ്റീരിയലിലെ മെജോറിറ്റി പോർഷൻ ഓഫ് കറണ്ടും എന്താണ്, ഈ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ കൊണ്ട് ഉണ്ടാകുന്നതാണ്. ആൻഡ് ദ ഹോൾസ് ആർ ദി മൈനോറിറ്റി കാരിയേഴ്സ്. ഹോൾസ് എന്താണ്, മൈനോറിറ്റി കാരിയേഴ്സും. സിമിലർലി ഇൻ എ പി ടൈപ്പ് മെറ്റീരിയൽ, നമ്മളൊരു പി ടൈപ്പ് മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ ഹോൾസ് ഔട്ട് നമ്പർ ദ ഫ്രീ ഇലക്ട്രോൺ ആസ് ഷോൺ ഇൻ ഫിഗർ 5.72. Therefore holes are the majority carriers and free electrons are the minority carriers. എനിക്ക് രണ്ട് ഫിഗറും കണ്ടാൽ മനസ്സിലാകും. ഈ 5.171 പ്ലസ് എന്ന് കാണിച്ചതൊക്കെയാണ് നമ്മുടെ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആയിട്ടുള്ള ഡോണർ അയൺസ് ആണ് കേട്ടോ. പിന്നെ ഡോട്ട് കാണിച്ചിട്ടില്ലേ, അതെല്ലാം എന്താണ്, മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ്. ഇനി ഒരു ഹോൾ പോലെ കാണിച്ചിട്ടില്ലേ, അതാണെന്ത്, മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഹോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫിഗർ 5.72 ഈ കാണുന്നതാണ് എന്ത്, പി ടൈപ്പ്. പി ടൈപ്പിൽ നമ്മളെ ആക്സെപ്റ്റർ അയോൺസ് ആണ് എന്ത്, കൂടുതലുള്ളത്. ഓക്കെ, ആക്സെപ്റ്റർ അയോൺസ് ആണ് കൂടുതലുള്ളത്. ഇനി മെജോറിറ്റി കാരിയേഴ്സ് ആരാണ്, ഹോൾസ് ആണ്. മൈനോറിറ്റി കാരിയേഴ്സ് ആണ് ഇലക്ട്രോൺസ്. നിങ്ങൾ എണ്ണി നോക്ക്, ഈ എൻ ടൈപ്പിൽ ആരാണ് കൂടുതൽ, മെജോറിറ്റി കാരിയേഴ്സ് ആ ഇലക്ട്രോൺസ് ആണ് കൂടുതൽ, മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഹോൾസ് എന്താണ്, കുറവാണ്. ഇനി ഇതിലാണെങ്കിലോ മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള അയോൺസ് എന്താണ്, കൂടുതലാണ്. മറ്റേതിലെന്താണ്, മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഹോൾസ് ആണ് എന്ത്, കൂടുതൽ. ഈ ടൈപ്പിൽ മൈനോറിറ്റി കാരിയേഴ്സിലെ ഇലക്ട്രോൺസ് എന്താണ്, കുറവാണ്. ഈ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പി എൻ ജംഗ്ഷൻ നോക്കാം കേട്ടോ. When a p-type semiconductor is suitably joined to a n-type semiconductor, the contact surface is called p-n junction. എന്താണ് p-n junction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴാണ് ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ അതൊരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറുമായിട്ട് ജോയിൻ ചെയ്യുന്നത്, ആ കോണ്ടാക്റ്റ് സർഫസിനെ നമ്മൾ എന്തെന്ന് പറയുക, പി എൻ ജംഗ്ഷൻ എന്ന് പറയുക. മോസ്റ്റ് സെമി കണ്ടക്ടർ ഡിവൈസസ് കണ്ടെയ്ൻ വൺ ഓർ മോർ പി എൻ ജംഗ്ഷൻ. അതായത് അധിക സെമി കണ്ടക്ടറിൽ എന്തുണ്ടാകും, ഒന്നോ അതിലധികമോ എന്തുണ്ടാകും, പി എൻ ജംഗ്ഷൻ ഉണ്ടാകും. ദ പി എൻ ജംഗ്ഷൻ ഈസ് ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് because it is in effect the control element of the semiconductor device. സോ ഈ പി എൻ ജംഗ്ഷനാണ് എന്ത്, ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. ആ ജംഗ്ഷൻ ഫോർമേഷനാണ്. കാരണം സെമി കണ്ടക്ടർ ഡിവൈസസിൻ്റെ പ്രോപ്പർട്ടിയെ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന സംഗതി എന്താണ്, ഈ ഒരു പി എൻ ജംഗ്ഷനാണ്. എ തറവ് നോളജ് ഓഫ് ദിസ് ഫോർമേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് പി എൻ ജംഗ്ഷൻ ക്യാൻ എനേബിൾ ദ റീഡർ ടു അണ്ടർസ്റ്റാൻഡ് ദി സെമി കണ്ടക്ടർ ഡിവൈസസ്. അപ്പോൾ നമുക്ക് ഒരു തറവായിട്ടുള്ള നോളജും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവൊക്കെ ഉണ്ടെങ്കിൽ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെമി കണ്ടക്ടർ ഡിവൈസുകളെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് ഞാൻ ട്രാൻസിസ്റ്ററൊക്കെ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, എങ്ങനെയാണ് ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുക? ഫോർമേഷൻ ഓഫ് പി എൻ ജംഗ്ഷൻ. In actual practice, the characteristics properties of PN junction will not appear if a p-type block is just brought in contact with a n-type block. നമ്മൾ ആക്ച്വൽ പ്രാക്ടീസിൽ ദ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് ഓഫ് എ പി എൻ ജംഗ്ഷൻ, നമ്മളൊരു പി എൻ ജംഗ്ഷൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വിൽ നോട്ട് അപ്പിയർ ഇഫ് എ പി ടൈപ്പ് ബ്ലോക്ക് ഈസ് ജസ്റ്റ് ബ്രോട്ട് ഇൻ കോൺടാക്ട് വിത്ത് എൻ ടൈപ്പ് ബ്ലോക്ക്. നമ്മൾ ചുമ്മാ ഒരു പി ടൈപ്പും ഒരു എൻ ടൈപ്പ് ബ്ലോക്കും തമ്മിൽ അടുപ്പിച്ച് വെച്ച് വിചാരിച്ചെന്നുണ്ടാവില്ല, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും കാര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒബ്സർവ് ചെയ്യാനൊന്നും കഴിയില്ല. ഇൻ ഫാക്ട് എ പി എൻ ജംഗ്ഷൻ ഈസ് ഫാബ്രിക്കേറ്റഡ് ബൈ സ്പെഷ്യൽ ടെക്നിക്സ്. നമ്മൾ പി എൻ ജംഗ്ഷൻ ചുമ്മാ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനും അടുത്ത് കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. അതിനെന്തുണ്ട്, ചില ടെക്നിക്കുകളുണ്ട്. വൺ കോമൺ മെത്തേഡ് ഓഫ് മേക്കിംഗ് പി എൻ ജംഗ്ഷൻ ഈസ് കോൾഡ് അലോയിങ്. അതിലൊരു മെത്തേഡ് നമ്മൾ എന്ത് പറയുക, അലോയിങ് എന്ന് പറയുക. ഇൻ ദിസ് മെത്തേഡ്, ഈ ഒരു മെത്തേഡിൽ എ സ്മോൾ ബ്ലോക്ക് ഓഫ് ഇന്ത്യ ഏതാണ്, ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആട്ടോ. അപ്പം in this method a small block of indium is placed on a n-type germanium slab as shown in figure 5.81. നമ്മളൊരു എൻ ടൈപ്പ് ജർമ്മേനിയം ഉണ്ട്, നിങ്ങൾ ആ ഫിഗറിലേക്ക് നോക്കിയാൽ മനസ്സിലാകും. എൻ ടൈപ്പ് ജർമ്മേനിയത്തിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇൻഡിയം ആറ്റത്തെ നമ്മൾ എന്ത് ചെയ്തു, പ്ലേസ് ചെയ്തു. ഓക്കെ, എന്നിട്ടോ ദ സിസ്റ്റം ഈസ് ദെൻ ഹീറ്റഡ് ടു എ ടെമ്പറേച്ചർ ഓഫ് 500 ഡിഗ്രി സെൽഷ്യസ്. നമ്മളിത് എത്രയിലേക്ക് ചൂടാക്കി, 500 ഡിഗ്രി സെൽഷ്യസിലേക്ക് നമ്മളത് ചൂടാക്കി ആ ഇന്ത്യത്തെയും ജർമ്മേനിയത്തെയുള്ള മിക്സറിന്. ദ ഇന്ത്യം ആൻഡ് സം ഓഫ് ജർമ്മേനിയം മെൽറ്റ് ടു ഫോം എ സ്മോൾ പുഡിൽ ഓഫ് മോൾട്ടൺ ജർമ്മേനിയം ഇന്ത്യം മിക്സ്ചർ ആസ് ഷോൺ ഇൻ ഫിഗർ 5.182. ഇതിലെ രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചതുപോലെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടാക്കി കഴിഞ്ഞാൽ ആ ഇന്ത്യ എന്ത് ചെയ്യും, ജർമ്മേനിയത്തിലേക്കൊന്ന് ഇറങ്ങി നിൽക്കും, അല്ലെങ്കിൽ ഒന്ന് മിക്സ് ആവാൻ തുടങ്ങും. ദ ടെമ്പറേച്ചർ ഈസ് ദെൻ ലോവേർഡ് ആൻഡ് പുഡിൽ ബിഗിൻസ് ടു സോളിഡിഫൈ. അപ്പോൾ ആ ഒരു മെൽറ്റ് പോലെ അല്ലെങ്കിൽ ഉരുകിയ ആ സംഗതി എന്ത് ചെയ്യാൻ തുടങ്ങും, സോളിഡ് ആകാൻ തുടങ്ങും. അണ്ടർ പ്രോപ്പർ കണ്ടീഷൻസ് ദ ആറ്റംസ് ഓഫ് ഇന്ത്യം ഇമ്പ്യൂരിറ്റി വിൽ ബി സ്യൂട്ടബിളി അഡ്ജസ്റ്റഡ് ഇൻ ദ ജർമ്മേനിയം സ്ലാബ് ടു ഫോം എ സിംഗിൾ ക്രിസ്റ്റൽ. ഓക്കെ, അപ്പോൾ ഇതെന്താ സംഭവിക്കുക വെച്ചാൽ ഈ ഇന്ത്യ മാറ്റം എന്താ സംഭവിക്കുക, നമുക്ക് നല്ല നമുക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് പിന്നെ ഈ ഇന്ത്യ മാറ്റം ഇമ്പ്യൂരിറ്റി ആയിട്ടുള്ള ഇന്ത്യ മാറ്റം ഈ ജർമ്മേനിയ സ്ലാബിൽ എന്ത് ചെയ്യും, അതിലേക്കുള്ളതിനെ കൺട്രോൾ ചെയ്ത് നമുക്കൊരു സിംഗിൾ ക്രിസ്റ്റലാക്കി രണ്ടിനെയും മാറ്റാൻ പറ്റും. ദ അഡീഷൻ ഓഫ് ഇന്ത്യം ഓവർകംസ് ദി എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ എൻ ടൈപ്പ് ജർമേനിയം ഇൻ സച്ച് ആൻ എക്സ്റ്റെൻറ്റ് ദാറ്റ് ഇറ്റ് ക്രിയേറ്റ്സ് എ പി ടൈപ്പ് റീജിയൻ. സോ ഈ ഇന്ത്യം അതിന് നമ്മൾ ആഡ് ചെയ്യുന്നത്, ഓവർകം ചെയ്യുന്നത് ദ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ എൻ ടൈപ്പ് ജർമേനിയം ടു സച്ച് ദാൻ എക്സ്റ്റെൻറ്റ് ദാറ്റ് ഇറ്റ് ക്രിയേറ്റ്സ് എന്താണ്, എ പി ടൈപ്പ് റീജിയൻ. അതായത് ഇന്ത്യത്തിൻ്റെ ഈ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ജർമ്മേനിയത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഈ ഭാഗമല്ലേ, അവിടെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഒരു പി ടൈപ്പും ഫോം ചെയ്യും. So as the process goes on, the remaining molten mixture becomes increasingly rich in indium. സോ നമ്മൾ സമയം കൂടുന്നതനുസരിച്ചിട്ട് എന്താ സംഭവിക്കുക, ഈ ഇന്ത്യത്തിലെ മോൾട്ടൺ റീജിയൻ എന്ത് ചെയ്യും, അത് കൂടും. When all the germanium has been redeposited, the remaining material appears as indium button which is frozen on the outer surface of the crystallized portion as shown in figure 5.83. The button serve as a suitable base for soldering on leads. അതായത് ഇന്ത്യത്തിൻ്റെ ആ മുകൾ ഭാഗമില്ലേ, ആ മുകൾ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് സോൾഡറിങ് മറ്റ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഓക്കെ, അപ്പം എന്താ സംഭവിച്ചത്, ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആയിട്ടുള്ള എൻ ടൈപ്പ് ഇന്ത്യത്തെ നമ്മൾ എന്ത് ചെയ്തു, ഒരു എൻ ടൈപ്പ് ജർമേനിയം സിലിണ്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഇറക്കി വെച്ച് ചൂടാക്കി. എന്നിട്ട് ആ സ്വാഭാവികം നിങ്ങൾക്കറിയാലോ, ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി അഴുകി കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും, അത് പി ടൈപ്പ് സെമി കണ്ടക്ടറായിട്ട് മാറും. അങ്ങനെയുള്ള സംഭവിക്കുക. അപ്പോൾ ഇനഫ് ഹോള് ആര് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തോളൂ, ഈ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ഈ എൻ ടൈപ്പുമായിട്ട് ചേർന്നിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തോളും. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്തത്, ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് പി എൻ ജംഗ്ഷനാണ് കേട്ടോ.
At the instant of p-n junction formation, the free electrons near the junction in the n region begins to diffuse across the junction into the p region where they combine with holes near the junction. At the instant of p-n junction formation, എപ്പോഴാണ് ഒരു p-n junction ഫോം ചെയ്യുന്നത്? The free electrons near the junction in the n region. n regionിലുള്ള majority carriers ആയിട്ടുള്ള free electrons begin to diffuse across the junction into the p region. കാരണം രണ്ടും ഓപ്പോസിറ്റ് ചാർജുകളല്ലേ. ഇലക്ട്രോൺ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ആ ജംഗ്ഷനിലൂടെ കടന്ന് പി റീജിയനിലേക്ക് പോകാൻ നോക്കും. വേർ ദേ കമ്പൈൻ വിത്ത് ഹോൾസ് നിയർ ദി ജംഗ്ഷൻ. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിൻ്റെ ഭാഗത്തുള്ള ഹോളായിട്ട് എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും. The result is that n region loss free electrons as they diffuse into the junction. സോ അതിൻ്റെ റിസൾട്ട് എന്താണ്? എൻ റീജിയനിൽ എന്താ സംഭവിക്കുക? ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ലോസ് ഉണ്ടാകും. മനസ്സിലായോ? അതായത് എൻ ടൈപ്പിലുള്ളത് മെജോറിറ്റി ആരാണ്? ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ആ ഫ്രീ ഇലക്ട്രോൺസ് പീൻ്റെ അടുത്തുള്ള, അതായത് പിയും എന്നും കൂടി ചേരുമ്പോൾ പീൻ്റെ ഭാഗത്തുള്ള ഹോളായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്നിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യും? ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറയും. ദിസ് ക്രിയേറ്റ്സ് എ ലെയർ ഓഫ് പോസിറ്റീവ് ചാർജ് നിയർ ദി ജംഗ്ഷൻ. അപ്പം ഇതെന്ത് ക്രിയേറ്റ് ചെയ്യും? ഈ ജംഗ്ഷനിൽ പിന്നെ എന്താ ഉണ്ടാക്കുക? ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കും. ഓക്കെ, പെൻഡാവാലൻസ് അയോൺസ്. ആസ് ദി ഇലക്ട്രോൺസ് മൂവ് അക്രോസ് ദ ജംഗ്ഷൻ ദ പി റീജിയൻ ലോൺസ് ഹോൾസ് ആസ് ദ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് കമ്പൈൻ. സെയിം സമയത്ത് തന്നെ പീൻ്റെ ഭാഗത്ത് നിന്ന് എന്തുണ്ട്? ഹോളിൻ്റെ എണ്ണത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? കുറവ് വരുന്നുണ്ട്. കാരണം ഈ ഹോളും ഇലക്ട്രോൺസിലെ കമ്പൈൻ ചെയ്യുന്നത്. ദ റിസൾട്ട് ഈസ് ദാറ്റ് ദർ ഇസ് എ ലെയർ ഓഫ് നെഗറ്റീവ് ചാർജസ് നിയർ ദി ജംഗ്ഷൻ. അവിടെ നിന്നുണ്ടാകും നമ്മുടെ ട്രൈവാലൻ്റ് ആയിട്ടുള്ള അയോൺസ് എവിടെ ഉണ്ടാകും? ഈ ജംഗ്ഷനിലും ഉണ്ടാകും. പീൻ്റെ ഭാഗത്ത് ആരുണ്ടാവുക? ട്രൈവാലൻ്റ് അയോൺസും എന്നിൻ്റെ ഭാഗത്ത് ആരുണ്ടാകും? നമ്മുടെ പെൻഡാവാലൻ്റ് അയോൺസും ഉണ്ടാകും. ദീസ് ടു ലെയേഴ്സ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഫോം ദി ഡിപ്ലീഷൻ റീജിയൻ. ഈ പോസിറ്റീവും നെഗറ്റീവും ചാർജ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഡിപ്ലീഷൻ റീജിയൻ ആയിട്ട് അല്ലെങ്കിൽ ഡിപ്ലീഷൻ ലെയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. The term depletion is due to the fact that near the junction the region is depleted of charge carriers. So the term depletion is, അല്ലെങ്കിൽ ഡിപ്ലീഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം എന്താണ്? The term depletion is due to the fact that near the junction, ഈ ജംഗ്ഷനിൽ എന്താ സംഭവിക്കുന്നത്? The region is depleted അല്ലെങ്കിൽ എംറ്റി ചെയ്തു. ആരെംറ്റി ചെയ്തു എന്ന് വെച്ചാൽ ആരെയാണ്? ചാർജ് കാരിയേഴ്സ്. ചാർജ് കാരിയേഴ്സ് ആരാണ് ഇവിടെ? എൻ ടൈപ്പിലെ ഫ്രീ ഇലക്ട്രോൺസിനെയും പി ടൈപ്പിലെ ഹോൾസിനെയും ഡ്യൂ ടു ഡിഫ്യൂസ് അക്രോസ് ദി ജംഗ്ഷൻ. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദ ഡെപ്ലീഷൻ ലെയർ ഈസ് ഫോംഡ് വെരി ക്വിക്ക്ലി ആൻഡ് ഈസ് വെരി തിൻ കമ്പയർഡ് ടു ദ എൻ റീജിയൻ ആൻഡ് പി റീജിയൻ. സോ നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും. എൻ റീജിയനും പി റീജിയനും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഡിപ്ലീഷൻ ലെയർ വളരെ തിന്നാണ്. ഫോർ ക്ലാരിറ്റി ദ വിഡ്ത്ത് ഓഫ് ദി ഡിപ്ലീഷൻ ലെയർ ഈസ് ഷോൺ എക്സാഗ്രേറ്റഡ്. നമുക്ക് പിന്നെ ഇവിടെ വളരെ തിന്നാണെങ്കിലും നമുക്ക് പർപ്പസ്ഫുള്ളി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇങ്ങനെ വലുതാക്കി വരച്ച് വെച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ആ ഫിഗർ 5 പിന്നെ നോക്കാം നമുക്ക്. വൺസ് പി എൻ ജംഗ്ഷൻ ഈസ് ഫോംഡ് ആൻഡ് ഡിപ്ലീഷൻ ലെയർ ഈസ് ക്രിയേറ്റഡ്. അപ്പോൾ ഒരിക്കലും ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്വാഭാവികമായിട്ടും ഉണ്ടാകും? ഡിപ്ലീഷൻ ലെയർ ഉണ്ടാകും. ദ ഡിഫ്യൂഷൻ ഓഫ് ഫ്രീ ഇലക്ട്രോൺ സ്റ്റോപ്സ്. ഈ ഫർദർ പിന്നെ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് എന്താണ്? അതിനെ സ്റ്റോപ്പ് ചെയ്യും. ഇൻ അതർ വേർഡ്സ് ദ ഡിപ്ലീഷൻ റീജിയൻ ആക്ട് ആസ് എ ബാരിയർ ടു ദി ഫർദർ മൂവ്മെൻറ്റ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് അക്രോസ് ദി ജംഗ്ഷൻ. നമ്മൾ മറ്റൊരു വേർഡിൽ പറയുകയാണെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ എന്തായിട്ട് ആക്ട് ചെയ്യും? ആസ് എ ബാരിയർ ടു ദി ഫർദർ മൂവ്മെൻറ്റ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് അക്രോസ് ദി ജംഗ്ഷൻ. ഓക്കെ, ഈ ഡിപ്ലീഷൻ റീജിയൻ എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു തടസ്സമായിട്ട് ആക്ട് ചെയ്യും. എന്തിന്? ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ഫർദർ മൂവ്മെൻറ്റിനെ. ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് സെറ്റപ്സ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ എന്താ സംഭവിക്കുക? അവിടെ ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് അല്ല ഉള്ളത് അപ്പുറം ഇപ്പുറവും. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ദിസ് ഈസ് ഷോൺ ബൈ എ ബ്ലാക്ക് ആരോ ഇൻ ഫിഗർ 5.191. ഓക്കെ, ഇനി ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ ബാരിയർ ടു ദ ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ എൻ റീജിയൻ. ഈ ഇലക്ട്രിക് ഫീൽഡ്, കാരണം രണ്ട് ചാർജുകൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാകും? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ഈ ഇലക്ട്രിക് ഫീൽഡാണ് എന്ത് ചെയ്യുന്നത്? എൻ റീജിയനിലെ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ഫർദർ മൂവ്മെൻറ്റിനെ എന്ത് ചെയ്യുന്നത്? ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ദർ എക്സിസ്റ്റ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ഡിപ്ലീഷൻ ലെയർ ആൻഡ് ഈസ് കോൾഡ് ദി ബാരിയർ പൊട്ടൻഷ്യൽ. അപ്പോൾ
അവിടെ ഇതുണ്ടാകും, ദർ എക്സിസ്റ്റ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യും അക്രോസ് ദി ഡിപ്ലീഷൻ ലെയർ. ഈ ഡിപ്ലീഷൻ ലെയറിന് അക്രോസ് ആയിട്ടൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും. അതിന് നമ്മൾ എന്തെന്ന് പറയുക, ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുക. മനസ്സിലായോ? ചാർജിൻ്റെ നിങ്ങൾ ആ ഫിഗർ 5.192 കണ്ടില്ലേ, അവിടെ ഡിപ്ലീഷൻ ലെയർ മാത്രം കാണിച്ചിട്ടുണ്ട്. അവിടെ നിന്നുണ്ടാകും, അവിടെ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ എന്താ പറയുക, ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുക. സോ ദ ബാരിയർ പൊട്ടൻഷ്യൽ ഓഫ് ആൻ പി എൻ ജംഗ്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ സെവറൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ദ ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ, ദ എമൗണ്ട് ഓഫ് ഡോപ്പിംഗ് ആൻഡ് ടെമ്പറേച്ചർ, ദ ടിപ്പിക്കൽ ബാരിയർ പൊട്ടൻഷ്യൽ. അതായത് ഈ ബാരിയർ പൊട്ടൻഷ്യൽ എത്ര ആയിരിക്കും എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ സിലിക്കൺ ആണെങ്കിൽ അതിൻ്റെ ബാരിയർ പൊട്ടൻഷ്യൽ എത്ര വരിക, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ബാരിയർ എത്ര വരിക, അത് 0.7 വോൾട്ടാണ്. ജെർമേനിയം ആണെങ്കിൽ അതിൻ്റെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.3 വോൾട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി ഫിഗർ 5.20 എന്താണ്, അതൊരു പൊട്ടൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ കർവാണ്. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് വി ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരു ഭാഗത്ത് എന്താ ഉള്ളത്, പോസിറ്റീവ് ചാർജും ഒരു ഭാഗത്ത് എന്താണ്, നെഗറ്റീവ് ചാർജും. അതുകൊണ്ടാണ് ആ കർവ് ഇങ്ങനെ താഴ്ന്ന് വന്ന് കുത്തനെ മേലെ പോയി ഇങ്ങനെ ചെരിഞ്ഞിട്ട് മേലോട്ട് പോയിട്ടൊക്കെ കിടക്കുന്നത് കേട്ടോ. ഒരു ഭാഗത്ത് പോസിറ്റീവും ഒരു ഭാഗത്ത് നെഗറ്റീവും ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആ മൊത്തം ഡിഫറൻസിനെ നമ്മൾ എന്താ പറയുക, വി ഒ അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുക. ഇതൊക്കെ പഠിക്കാൻ ഞങ്ങൾക്ക് എളുപ്പം ഈ ഗ്രാഫ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കൺസെപ്റ്റ് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് പറയാനുള്ളത് 5.16 ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.